കുടുംബവാഴ്ചയ്ക്കെതിരെ തുറന്നടിച്ച ശശി തരൂരിനെതിരെ നടപടി സ്വീകരിക്കാതെ ഹൈക്കമാൻഡിനെ അടക്കം തിരിഞ്ഞുകൊത്തുന്ന വിമർശനങ്ങൾ തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടിലാണ് നേതൃത്വം. അതേസമയം വിഷയം ഹൈക്കമാൻഡ് വിശദമായി പഠിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എം പിയുമായ ശശി തരൂരിനെതിരെ മൃദു സമീപനമാണ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നത്. കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ലെന്ന മുന്നറിയിപ്പ് നൽകിയ ഹൈക്കമാൻഡ് തരൂരിനെതിരെ കടുത്ത നടപടിക്ക് തയ്യാറായിട്ടില്ല. നെഹ്റു കുടുംബത്തെ നേരിട്ട് ആക്രമിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തരൂരിന്റെ ലേഖനം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഹൈക്കമാൻഡിനെതിരെയാണ് കുടുംബവാഴ്ചയിലൂടെ തരൂർ വിരൽ ചൂണ്ടിയത്. ഇന്ദിരാഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ളവർ രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറയിട്ടുവെന്ന കടുത്ത ആരോപണമാണ് തരൂർ ഉന്നയിച്ചത്. അതേസമയം തരൂരിന്റെ വിമർശനങ്ങളിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി പുകഞ്ഞിട്ടുണ്ട്. തരൂരിനെ തള്ളിയ കൊടിക്കുന്നിൽ സുരേഷ് വിഷയം ഹൈക്കമാൻഡ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശശി തരൂര് പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റിലാണോ എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പഠിക്കേണ്ടതായിട്ടുണ്ട്, അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നേതൃത്വം അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതാണ്. അത് ഏത് തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ആദ്യം പ്രതികരിക്കട്ടെ. പാർട്ടിക്കുള്ളിലെ പക്ഷപാതം തുറന്നടിക്കുകയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയടക്കം ഒളിയമ്പ് പ്രയോഗിക്കുകയും ചെയ്ത ലേഖനത്തിനെതിരെയാണ് നേതൃത്വം നിശബ്ദത പാലിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയെങ്കിലും ഹൈക്കമാൻഡിനെ തിരിഞ്ഞുകൊത്തുന്ന നിലപാടിലും മൗനം തുടരുകയാണ് നേതൃത്വം. കൈരളി ന്യൂസ്, ദില്ലി.